ശ്രേയസ് തിരുമേനി യൂണിറ്റ് റിപ്പബ്ലിക് ദിനാഘോഷവും ഭരണഘടനാ സംരക്ഷണ സെമിനാറും സംഘടിപ്പിച്ചു. തിരുമേനി സെന്റ് മേരീസ് മലങ്കര പാരിഷ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് അംഗം KD പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്റർ വിഷയാവതരണം നടത്തി. സജി തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. മഞ്ജു ജേസൺ, നളിനാക്ഷൻ VV, ലീന അഭിലാഷ് എന്നിവർ സംസാരിച്ചു. വരാന്ത ഉണ്ടാവുമല്ലോ, വരാന്തയിൽ ചാക്കിട്ടിരുന്ന് പഠിക്കാം അംബേദ്കർക്ക്. അതൊരു വലിയ പുണ്യമായിരുന്നു കേട്ടോ. സ്കൂളിൻ്റെ അകത്തേക്ക് അംബേദ്കർക്ക് കയറാൻ പറ്റില്ല, കാരണം അദ്ദേഹം അധകൃതനാണ്. അതുകൊണ്ട് സ്കൂളിൻ്റെ വരാന്തയിൽ ചാക്കിട്ടിരുന്ന് പഠിക്കാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, സ്കൂളിൽ ബെല്ലടിക്കുന്ന നിമിഷം അംബേദ്കർ ഇരിക്കുന്ന ചാക്കും എടുത്ത് സ്കൂൾ പറമ്പിൻ്റെ വെളിയിലേക്ക് ഓടണം. എന്താ കാര്യം എന്നറിയോ? സവർണരായ കുട്ടികളുണ്ട് ക്ലാസ്സിൽ പഠിക്കുന്നതേ. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിഴലെങ്ങാനും അവരിൽ പതിച്ചാൽ അവർ അശുദ്ധരാകും. അതുകൊണ്ട് ഇദ്ദേഹം അവിടെ പാടില്ല. അവർ സ്കൂൾ വരാന്തയിൽ പോലും ഇരുന്ന് പഠിക്കാൻ യോഗമില്ലാതിരുന്ന ഒരു മനുഷ്യനാണ് മഹത്തായൊരു ഭരണഘടനയുടെ ശില്പിയായി പിന്നീട് മാറിയത്. ഈ കുഞ്ഞ് അവിടുന്ന് കെട്ടുപഠിച്ചു. ഏകലവ്യൻ്റെ ഒക്കെ കഥ നമുക്കറിയാലോ. ഒരുപാട് ഏകലവ്യന്മാരുണ്ട് ഭാരതത്തിൽ. അങ്ങനെ കെട്ടുപഠിച്ച ഈ കുഞ്ഞ് നന്നായി പഠിച്ചു. ക്ലാസ്സിലിരുന്ന് പഠിച്ചവരേക്കാൾ നന്നായി പഠിച്ചു. അർജുനനേക്കാൾ നന്നായി പഠിച്ച ഏകലവ്യനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ക്ലാസ്സിലെല്ലാ സൗകര്യവും അനുഭവിച്ചിരുന്ന് പഠിച്ചവരേക്കാൾ നന്നായി പുറത്ത് ചാക്കിട്ടിരുന്ന് പഠിച്ച ഈ പയ്യൻ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എളുപ്പം എത്തിപ്പെട്ടു. നല്ല മനസ്സുള്ള ചില അധ്യാപകരുടെ സഹായത്തോടെയാണ് ഈ എത്തിപ്പെടലൊക്കെയും. എല്ലായിടത്തും പ്രയാസമുണ്ട്. ഒരുപാട് മൈൽ നടന്നു വേണം സ്കൂളിലേക്ക് പോകാൻ. അങ്ങനെ ഒരിക്കൽ പോകുമ്പോൾ അംബേദ്കറും അദ്ദേഹത്തിൻ്റെ ചേട്ടനും ഒന്നിച്ചാൽ പോവുക. ഈ കുട്ടികൾക്ക് ദാഹിച്ചാൽ സ്വാഭാവികമായിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാമല്ലോ. ഈ കുഞ്ഞുങ്ങൾ അവർ നിഷ്കളങ്കരായിരുന്നു. ജാതീയതയുടെ പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും നന്നായി ദാഹിച്ചതുകൊണ്ട് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു ജ്യേഷ്ഠനും അനിയനും. ഇത് കണ്ടുകൊണ്ടു വന്ന ഒരു സവർണ വർഗ ആഢ്യശ്രേഷ്ഠൻ നാട്ടുകാരെയും വിളിച്ചുകൂട്ടി ഈ കുഞ്ഞുങ്ങളെ തല്ലി. അംബേദ്കറുടെ സഹോദരനെയും തല്ലി. വളരെ പ്രയാസപ്പെട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി അംബേദ്കർ. പൊതുകിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ അധികാരമുണ്ടായിരുന്നില്ല അന്ന് നീചരെന്ന് കരുതപ്പെട്ട ജാതിക്കാർക്ക്. അങ്ങനെ പഠിച്ച ഒരാൾ, പഠിക്കാൻ കാശൊന്നും ഉണ്ടായിരുന്നില്ല. ഈ നന്നായി പഠിച്ചു വന്നതുകൊണ്ട് ഉൽപ്പതിഷ്ണുക്കളുടെ സഹായം കിട്ടി വിദേശത്ത് പഠിക്കാൻ പോയി. വീട്ടിൽ ദാരിദ്ര്യ. ഭാര്യ അംബേദ്കറെ ഒന്നും അറിയിച്ചിട്ടില്ല. നാളെ വയ്ക്കാൻ അരിയില്ല എന്ന് സ്വന്തം ഭർത്താവിനോട് ഭാര്യ പറയില്ല. കാരണം ഇദ്ദേഹം പഠിക്കുകയാണ്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും, മാനസിക ബുദ്ധിമുട്ടാവും. ഇവരടുത്ത വീട്ടിലൊക്കെ പോയി ഇരന്ന് ആരോടെങ്കിലും അരിയൊക്കെ വാങ്ങി വെച്ച് കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഉയർന്നു വന്ന ഒരാളാണ് അംബേദ്കർ. എല്ലാം കഴിഞ്ഞ് വിദേശ പഠനവും കഴിഞ്ഞ് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിനൊരു ജോലി കൊടുത്തു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിൽ. ആ പട്ടണത്തിൽ ജോലിക്ക് ചേരാൻ വേണ്ടി തലേന്നാളെ അംബേദ്കർ എത്തി. പെട്ടിയൊക്കെ തൂക്കി വന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിന് സാധാരണ നമ്മൾ ലോഡ്ജിലൊക്കെ പോയാൽ പൂരിപ്പിക്കാനൊരു ഫോം തരും. അതിൽ പൂരിപ്പിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതി അതിൽ ചേർക്കേണ്ടി വന്നു. ആ നിമിഷം അദ്ദേഹത്തിൻ്റെ ആ മുറി നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ മുറിയിൽ അദ്ദേഹത്തിന് പ്രവേശനമില്ല, അധകൃതനായതുകൊണ്ട്. എന്ന് വെച്ചാൽ ആ പട്ടണത്തിലുള്ള എല്ലാ മനുഷ്യരെക്കാളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത സമ്പാദിച്ച ആ മനുഷ്യന് വെളിയിൽ കിടക്കേണ്ടി വന്നു. ഇനി ജോയിൻ ചെയ്തിട്ടോ ആഫീസിൽ അവിടുത്തെ പ്യൂണ് വൈകുന്നേരം മാത്രമേ അംബേദ്കറുടെ മുമ്പിൽ ഫയലുകൾ എത്തിക്കുമായിരുന്നുള്ളൂ. കാരണം ഇയാൾക്ക് പോയി കുളിക്കണമേ. കാരണം അംബേദ്കർ ഒപ്പിട്ട് കൊടുത്താൽ ആ ഫയല് തൊട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് അയത്തുക, ഇയാൾക്ക് പോയി കുളിക്കണം. അതനുഭവിച്ചൊരു മനുഷ്യൻ. ആ കഷ്ടപ്പാട് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? മടുത്തു ആ മനുഷ്യൻ. ഭാരതത്തിൽ ഏറ്റവും ഉയർന്ന ബിരുദങ്ങൾ വിദേശ സർവകലാശാലകളിൽ നേടിയ മനുഷ്യൻ മുംബൈയിൽ ഒരു യോഗം വിളിച്ചുകൂട്ടി. എനിക്ക് പറ്റില്ല ഈ അനീതിയോട് സഹകരിക്കാനെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം മനുസ്മൃതി ചുട്ടരിക്കാൻ ആഹ്വാനം ചെയ്തു. ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഈ മതം എൻ്റേതല്ല. അദ്ദേഹം ബുദ്ധമതത്തിൽ ചേർന്നു.
2300 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ അഹിംസ പ്രചരിപ്പിച്ചൊരു മതം, അതേ അഹിംസയാണ് നമ്മുടെ ഗാന്ധിജി സ്വായത്തമാക്കിയത്. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ്. എഡ്വിങ്സ്, കേരളാസ് ഫേവറേറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്.